ക്രാഫ്റ്റ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എന്ത് വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യാൻ പറഞ്ഞത്? എന്ത് ക്രാഫ്റ്റാ? പ്ലക്കാർഡാണ്. പ്ലക്കാർഡ് കൊണ്ടാണ് ചെയ്യാൻ പറഞ്ഞത്. നമ്മുടെ എഫോർഡ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ എന്തായാലും എടുക്കും. ഞാൻ ചെയ്യാൻ പോണത് രണ്ട് പ്ലക്കാർഡാണ്. ഒന്ന് മോം, ഒന്ന് ഡാഡ്. അങ്ങനത്തെ രണ്ട് പ്ലക്കാർഡാണ്. ഇതിലുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാനുള്ളത്. നമ്മള് ചാർട്ടാണ് ഫസ്റ്റ് സെലക്ട് ചെയ്തത്. പിന്നെ നമ്മള് സിസർ, രണ്ട് ഹാൻഡ് ക്രാഫ്റ്റ്. ഇത് ഡാഡ്, ഇത് മോം. ഇന്ന് ഫെവിക്കോൾ ആണ്. ഇന്ന് ഡിഫർ കളർ മാർക്കേഴ്സ് ആണ്. എല്ലാ കളേഴ്സും ഇതിലുണ്ട്. ലാൻസോ നീഡില്ല, പക്ഷെ നമ്മള് ഐസ് ഉണ്ടെങ്കിൽ എടുക്കാനാണ്. സ്റ്റാപ്ലർ. ഇത് എങ്ങനെയുണ്ട്? അത് രസമുണ്ടല്ലോ ഹാൻസ്. ഗിൽറ്ററിന്റെ ആണ്. ഇത് വേറൊരു ഹാൻഡ് ക്രാഫ്റ്റ് ആണ്. ഇതും വേറൊരു ഹാൻഡ് ക്രാഫ്റ്റ് ആണ്. ലാൻസോ ഇത് ഇതാർക്കാ? ഡാഡ്, മാം. അപ്പൊ നമ്മള് ഗേളിന്റെ കളറ് പിങ്കും ബോയിന്റെ കളറ് ബ്ലൂ അതിനെ കൊണ്ടാണ് നമ്മൾ അതിനുള്ള മാച്ചുള്ള ഇതും അതേപോലെ തന്നെ ഇതും എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മൾ പ്ലക്കാർഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ്. കാർഡ്ബോർഡ് ഇതെന്തിനാ? പിടിക്കാനുള്ളതാണ്. പ്ലക്കാർഡിന് സ്റ്റിക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാൻസോ ഞാൻ കാർഡ്ബോർഡ് വെട്ടിയിട്ട് സ്റ്റിക്ക് പിടിക്കാൻ പറ്റിയ പോലെ ആക്കിയിട്ടുണ്ട്. വെട്ടിയിട്ട് ഈ വെട്ടിയ ഇത് നമുക്ക് റാപ്പ് ചെയ്യണം എന്നിട്ടാണ് ചാർത്തുള്ളത്. ഈ സ്റ്റിക്ക് നമ്മൾ A4 കൊണ്ട് റാപ്പ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മേൽ കൂടെ കളർ കൊടുക്കും. നമുക്കിത് ഇനി പ്ലക്കാർഡ് ആക്കാം. ഇനി നമുക്ക് ഈ ഒരു ഹാൻഡ് ക്രാഫ്റ്റ് സംഭവം നമുക്ക് ഇതൊന്നാണ്. ഇതിനി ഫോൾഡ് ചെയ്യാണ്. എന്നാലാണ് മനസ്സുമാർ ഇതിങ്ങനെ ഒറ്റ പ്ലക്കാർഡ് ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ കാർഡ്ബോർഡിൽ നമുക്ക് ചെയ്യാം, പക്ഷേ കാർഡ്ബോർഡ് ചെയ്ത് ഇത്ര ഭംഗി ഉണ്ടാവില്ല. അതിൻ്റെ മുകളിൽ ചാർട്ടൊക്കെ വെച്ചാൽ ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഭംഗി കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭംഗി കിട്ടും എന്നുള്ള വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതിനുള്ളിൽ നമ്മൾ ഇനി ഫെവിക്കോള് ഈ ഗമ്മ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഫോൾഡ് ചെയ്യും. അങ്ങനെ ഒരു പ്ലക്കാർഡ് പോലെ ഇതിങ്ങനെ ആക്കാനാണ് വിചാരിക്കുന്നത്. ഗമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫോൾഡ് ചെയ്യാം. ഗൈസ് ഇതാ ഒന്ന് നമ്മളത് മോമിൻ്റെ പ്ലക്കാർഡ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വേണം നമുക്ക് ചെറുതാക്കാം, നോക്കാം എങ്ങനെ ഉണ്ട് ഇതിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് നമുക്കിത് വേണമെങ്കിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വെക്കാം. ഇനി നമുക്ക് ഡാഡ് ചെയ്യാം. ഡാഡിൻ്റെ കളർ ഏതാ? എടുക്കും, ഹാൻഡ്സ് എടുക്കും. യെസ്, ഇനി നമുക്ക് ബ്ലൂ ഫെവിക്കോൾ എടുക്കൂ. ഗുഡ് അങ്ങനത്തെ. യെസ്, ഗമ്മ കൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫോൾഡ് ചെയ്യാം. അപ്പൊ ഇതും ഫോൾഡ് ആയിട്ടുണ്ട്. നല്ല ഗിൽറ്റ് ഉണ്ട് ലാൻസോ. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. അതായത് ഇതിൽ ഡാഡ് എന്ന് എഴുതാനും ഇതിൽ മോം എന്ന് എഴുതാനും അങ്ങനെയാണ്. മറ്റേ ഇത് മാത്രമാകുമ്പോൾ മേ ബി രസം ഉണ്ടാവുമോ അറിയത്തില്ല. അപ്പോൾ ഇതിന് നടുവിൽ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മളിവിടെ സ്പെല്ലിങ് പോലെ ഇങ്ങനെ എഴുതും. DAD ഡാഡ്. അതുപോലെ ഇവിടെ മോം അങ്ങനെ എഴുതാണ്. പിന്നെ ഇവിടെ സ്റ്റിക്കും കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നോക്കാം. ഇതാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പത്തിൽ നമ്മൾ ഡാഡ് എന്ന് തന്നെ എഴുതാണ്ട് നമ്മളിനി വൈറ്റ് പേപ്പറിലാണ് ഡാഡ് എന്ന് എഴുതുന്നത്. എന്നിട്ട് അതിൽ ഗിൽറ്റർ
ഡാഡ് മോം എന്നുള്ളത് ഈ ഗിൽറ്റർ നമ്മളതിൽ ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെയാണ് അത് കൊടുക്കുന്നത്. അപ്പം പ്ലക്കാർഡിൻ്റെ അതാ സെറ്റ് ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി പ്ലക്കാർഡാണ് ഗൈസ്. രണ്ടും നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഡാഡ് മോം. അപ്പോൾ അതാ ഡാഡ് സെറ്റായി, മാമ സെറ്റ്. മാമ സെറ്റായി. രണ്ട് സൈഡിൽ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഭംഗിക്ക്. ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്ലക്കാർഡ് ടൈപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിൽ എഴുതാം, മോം ഡാഡ് എന്നുള്ളത് എഴുതാം കേട്ടോ. അത് നമ്മളിതാ ഇതിൻ്റെ മുകളിൽ ഈ ഗിൽറ്റ് ഇടാനാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ചാർട്ട് ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മളിനി ഡാഡ് മോം എന്ന് എഴുതാൻ പോകുന്നത് അല്ലേ ഹൻസോ? ഇത് വെട്ടിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഡാഡ് എന്ന് എഴുതാൻ പോണത്. നമ്മളിത് ഗമ്മയാണ്. അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലാണ് ഡാഡ് അങ്ങനെ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡാഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ മാം. ഇനി ഇതിൽ നമ്മൾ മാം. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? ഗിൽറ്റ് ഇടും അല്ലേ ഹൻസോ? ഈ ഗിൽറ്റർ ആയിട്ട് നമുക്ക് ഡാഡ് സെറ്റ് ചെയ്യാം. നമുക്ക് ഡാഡ് ചെയ്യാനാണ് നമ്മൾ ഗിൽറ്റ് ഇടാൻ പോണ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഗിൽട്ടൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അതാ കുറച്ച് വിട്ടുന്ന് ഇങ്ങനെ കാണുമ്പോഴാണ് ഭംഗി ഗൈസ്. ഇതാണ് നമ്മളുടെ ഡാഡ്. ഇനി മോം കാണാം. നമ്മൾ മോമും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെ ഗൈസ്, ഗിൽറ്ററൊക്കെ കൊടുത്ത് മോമും നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഡാഡ് മോം ഒരു ചെറിയൊരു അമളി പറ്റി ഇവിടെ ഗമ്മായ സമയത്ത് ഒട്ടിപ്പോയി ഉള്ളിൽ. പക്ഷെ അപ്പം ഹണി പറഞ്ഞു ഉള്ളിൽ ഇത് ഉള്ളിൽ കൊടുക്കണ്ട, മറ്റേത് ബോറായി പോകുമെന്ന് പറഞ്ഞു. അപ്പം ഉള്ളിൽ ഞങ്ങളത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അച്ചോ ഇപ്പോൾ ഇതാ നമ്മളെ ഉമ്മ ചെയ്തിട്ടുണ്ട്. ഉമ്മ പറഞ്ഞു ആ കാർഡ്ബോർഡിനേക്കാളും ബെറ്റർ മരത്തിൻ്റെ ഈ ഒരു തടി കൊണ്ട് ചെയ്യുന്നതാണ്. കാരണം അത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു കിച്ചണിൽ. പഴയ എന്തോ സാധനത്തിൻ്റെ എന്തോ ബാക്കിയാണ്. അപ്പം പറഞ്ഞതല്ല നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതെടുത്തു, സ്റ്റിക്കായിട്ട് ഇതെടുത്തു. ഇനി ഇത് നമുക്ക് റാപ്പ് ചെയ്യണം. വൈറ്റ് പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്തിട്ട് വേണേൽ കളർ കൊടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. താങ്ക് യു മാ. ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഇതാ കളറൊക്കെ കൊടുത്ത് സ്റ്റൈലാക്കി വെച്ചിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല. നമ്മൾ ഇനി ഇത് പ്ലക്കാർഡിൽ സ്റ്റിക്കാക്കി വെച്ച് നോക്കാം. നമ്മൾ സ്റ്റിക്ക് ഇത് അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. എത്രത്തോളം നിൽക്കുമെന്ന് അറിയില്ല. കാരണം അത് നല്ല വെയിറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇതിനൊന്ന് വെയിറ്റ് താങ്ങുമെന്ന് അറിയില്ല. അപ്പോൾ അതൊന്ന് നോക്കാം. നോക്കിയിട്ടില്ലേ നമുക്ക് നോർമൽ A4 കൊണ്ട് തന്നെ ചുരുട്ടിയിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്.